ഈസി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അധികം മസാലയൊന്നും ഇല്ലാത്ത. ഒരുപാട് മസാല ചേർത്താലും വയറിനൊക്കെ പ്രശ്നമാണ്. അപ്പം കഴിവതും കുറച്ച് മസാല വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ കറി ആയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണേ. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ മസാല ആയെന്നല്ലേ? എന്നാൽ മല്ലിപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഇപ്പം ചിക്കൻ കറിക്കകത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും കൂടെ ഇട്ട് കേട്ടോ. കണക്കൊന്നും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ ശരിക്കും ഇപ്പോഴും ടേസ്റ്റ് നോക്കി തന്നെയാണ് കേട്ടോ ഇടാറ്. കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യും കറികൾക്കെല്ലാം. അങ്ങനെ ഇനിയിപ്പോൾ ഇത് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യുക. മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചേക്കണം. ആ സമയം കൊണ്ട് നമുക്ക് സവാള അരിയാം. ഓക്കെ, അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ഈ മസാലകളെല്ലാം. ഇത് കുറച്ച് നേരം വെച്ചേക്കണം. ഇത് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു മസാല ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ചിക്കനിലിടുന്ന തന്നെ ഉള്ളൂ, വേറെ ഒരു മസാലയും നമ്മൾ ഇനി ആഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 4 സവാള എടുത്ത് നന്നായിട്ട് വഴറ്റണം. കുറേ സമയം അങ്ങ് വഴറ്റിയൊന്നും വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ ആവൂലേ, അതുവരെ മതി. ഇതിനകത്ത് ഏറ്റവും വലിയ സമയം എടുക്കുന്നതും എനിക്കിഷ്ടമല്ലാത്തതും ഈ സവാള വഴറ്റലാണ് കേട്ടോ. അതിനകത്തോട്ട് ഒരു 2 തക്കാളിയും കൂടെ ഇട്ടു. ഇനി തക്കാളിയും കൂടെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് അതിനകത്ത് കിടന്നൊന്ന് മിക്സ് ആവട്ടെ. ഈ കുക്കിംഗ് വീഡിയോ എടുക്കുന്നതേ നല്ല പാടാട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്, ഒരാളെ ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തത്. ഞാനിത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും എൻ്റെ വീഡിയോയ്ക്ക്, സഹിക്കുക. പക്ഷെ ഞാൻ പഠിക്കും കേട്ടോ. അപ്പം ചിക്കൻ നമുക്കിനി ഇതിലോട്ട് തട്ടാം. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ കറികൾക്കൊക്കെ ഞാൻ ഈ ഉരുളക്കിഴങ്ങില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്ന ചിക്കനകത്ത്. അപ്പം ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതും കൂടെ വെട്ടി ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല, കാര്യം ചിക്കനകത്ത് വെള്ളം വരും, അതറിയാമല്ലോ എല്ലാവർക്കും. ഇത് കണ്ടോ, ചിക്കനിൽ തന്നെ വെള്ളമാണേ. അങ്ങനെ കുറച്ച് നേരം നമ്മളത് സിമ്മിലിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യണം അടച്ചു വെച്ച്. കുറച്ച് കഴിയുമ്പം കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് കഴിച്ചാലോ? അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ ചിക്കൻ. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, വെറുതെ പറയല്ല, എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ മല്ലിപ്പൊടിയൊക്കെ ഇട്ടാൽ നമുക്ക് വയറെരിച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് മറ്റേ നമ്മുടെ മസാലകളുണ്ടല്ലോ, കറുവപ്പട്ട അതിൻ്റെയൊക്കെ ഒരുപാട് യൂസും അത്ര വയറിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്യാം.
എന്തായാലും എനിക്കിഷ്ടമായി.